പാതിവില തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണൻ ദുബൈയിൽ. രാധാകൃഷ്ണന്റെ മൊഴി ഈ ആഴ്ച രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നത്. തിരികെ നൽകാനുള്ള പണം കണ്ടെത്താനാണ് വിദേശയാത്ര എന്നാണ് വിശദീകരണം. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു കൊച്ചിയിൽ നിന്നും. സഹിൻ, നമുക്ക് എൻ രാധാകൃഷ്ണനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രത്യേകിച്ചും ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കാനിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ദുബൈയിലേക്ക് പോയിരിക്കുന്നത്. അദ്ദേഹത്തെ ഫോണിൽ നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ സഹിൻ? ലക്ഷ്മി, അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് എൻ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചതും അത് സംബന്ധിച്ചുള്ള നോട്ടീസ് അദ്ദേഹത്തിന് വിതരണം ചെയ്തതും. എന്തായാലും ഈ ഒരു ഘട്ടത്തിലാണ് എൻ രാധാകൃഷ്ണൻ വിദേശയാത്ര നടത്തിയിരിക്കുന്നത്. ആ വിദേശയാത്രയിൽ മറ്റ് അപാകതകളൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അദ്ദേഹം വിദേശത്ത് പോയത് ഈ തിരികെ നൽകാനുള്ള പണം, അതായത് സൈൻ 42 കോടി രൂപയാണ് ഈ അനന്തു കൃഷ്ണന് നൽകിയിരുന്നത്. ആ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം വിദേശത്ത് പോയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാതിവില സ്കൂട്ടർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ രാധാകൃഷ്ണന്റെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആനന്ദ്കുമാറിനെ അടക്കം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. ഈ ഘട്ടത്തിലാണ് എൻ രാധാകൃഷ്ണന്റെ ബി.ജെ.പി. നേതാവായിട്ടുള്ള എൻ രാധാകൃഷ്ണന്റെ വിദേശയാത്ര എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ഈ വരും ദിവസങ്ങളിൽ ഇന്നും നാളെയൊക്കെയായി ഈ കേസുമായി ബന്ധപ്പെട്ട് പണം നഷ്ടമായ ആളുകളുടെയും ഒപ്പം തന്നെ സംശയിക്കുന്ന ആളുകളുടെയും മൊഴിയും ചോദ്യം ചെയ്യലും എല്ലാം നടക്കുമെന്നുള്ളതാണ്, മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലും എല്ലാം നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി, പാതിവില തട്ടിപ്പിൽ എൻ രാധാകൃഷ്ണന്റെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങവെയാണ് അദ്ദേഹം ദുബൈയിലേക്ക് പോയിരിക്കുന്നത്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.